സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിന്റെ ദുരന്ത വിലാപങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് സാമ്രാജ്യ ശക്തിയുടെ അന്തസ്സിനൊപ്പം ശിരസ്സുയർത്തി നൽകാൻ ഓരോ ഇന്ത്യക്കാരനും സാധിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വിപ്ലവകാരികളുടെയും പ്രയത്ന ഫലമായാണ്. വെറും കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാരാൽ ഭരിക്കപ്പെട്ടിട്ടും നമ്മുടെ ധീര നേതാക്കന്മാർ ഒരിക്കൽ പോലും സ്വാതന്ത്ര്യത്തിനായി യാചിച്ചിരുന്നില്ല. ധീരമായ പോരാട്ടങ്ങളിലൂടെ തിരിച്ചു പിടിച്ചു തന്ന സ്വാതന്ത്ര്യമാണിത്. അതിനാൽ തന്നെ അതിന് മധുരം കൂടുതലാണ്. സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നൽകിയതിന്റെ ഓർമ്മ എല്ലാ വർഷവും ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുന്നത്. രാജ്യമെങ്ങും ത്രിവർണ്ണ പതാകയിൽ ഉയർത്തുമ്പോൾ ജാതി മത ഭാഷ ഭേദമന്യ ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തുന്നു. വിവര സാങ്കേതിക രംഗത്തും വിദൂര പരിവേഷണങ്ങളിലുമെല്ലാം നാം വാനോളം നിൽക്കുന്നു. അതിന് ഉദാഹരണമാണ് ചന്ദ്രയാൻ 3 മംഗളയാനും ആദ്യത്തെ നെൽവണ്ണുമെല്ലാം. എന്നിരുന്നാലും നമ്മുടെ ദേശീയ നേതാക്കന്മാർ നമുക്ക് നേടിത്തന്നത് അവർ സ്വപ്നം കണ്ട ഇന്ത്യയായിരുന്നു. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. വർഗീയതയും അരാജകത്വം ചേർന്ന ഭരണനയവും അവരുടെ കീഴ്വാദം നൽകാൻ ആദ്യകൊണ്ട ഭരണ നേതാക്കന്മാരും പരസ്പരം അക്രമം കാണിക്കുന്ന ഒരു സമൂഹമായി ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗാന്ധി, നെഹ്റു, മറ്റു നേതാക്കന്മാരും സ്വപ്നം കണ്ട ഇന്ത്യയിലേക്ക് നാം ഇനിയും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ കാണേണ്ടതാണ് ദേശസ്നേഹം. ഓരോ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നുണ്ടെങ്കിൽ അലിഞ്ഞു ചേരേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.